കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വി.ഡി. സതീശനും എറണാകുളം ജില്ലയിൽ നിന്നുള്ള പുതിയ മന്ത്രിമാരും എം.എൽ.എമാർക്കുമായി കൊച്ചി പൗരാവലി സംഘടിപ്പിച്ച പൗരസ്വീകരണം ജനസാഗരമായി മാറി. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അപ്രതീക്ഷിതമായി വേദിയിലെത്തിയത് സ്വീകരണ സമ്മേളനത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. ഒരു ദശാബ്ദക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാരിനെ അധികാരത്തിലേക്ക് നയിച്ച ജനകീയ നായകനെ ആദരിക്കാൻ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖരും ആയിരക്കണക്കിന് പൊതുജനങ്ങളുമാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയത്. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ പൗരസ്വീകരണ സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് സദസ്സിനെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നടൻ മമ്മൂട്ടി അപ്രതീക്ഷിതമായി വേദിയിലേക്ക് എത്തിയത്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടി അല്ലാതിരുന്നതിനാൽ സംഘാടകർക്കും ജനങ്ങൾക്കും മെഗാസ്റ്റാറിന്റെ ഈ വരവ് ഒരു യഥാർത്ഥ സർപ്രൈസായി മാറി. വേദിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പൊന്നാട അണിയിച്ച് ആദരിച്ച മമ്മൂട്ടി തന്റെ രാഷ്ട്രീയ സിനിമാ റോളുകളെയും യഥാർത്ഥ ഭരണത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയ ഹൃദ്യമായ പ്രസംഗം വൻ കയ്യടികളോടെയാണ് സദസ്സ് വരവേറ്റത്. താൻ പഠിച്ച അതേ മഹാരാജാസ് കോളേജിലാണ് സതീശനും പഠിച്ചിറങ്ങിയതെന്നതിൽ വലിയ അഭിമാനമുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സിനിമയിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ മുഖ്യമന്ത്രിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലെ കുറച്ച് സമയത്തെ അഭിനയം മാത്രമാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കഠിനമായ ദൗത്യമാണെന്നും ഓർമ്മിപ്പിച്ചു. എല്ലാവരെയും ഒരുമിച്ച് നയിക്കേണ്ട വലിയൊരു ചുമതലയാണ് സതീശന്റെ ചുമലിൽ വന്നു ചേർന്നിരിക്കുന്നതെന്നും കേരളത്തിന് മികച്ച നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും മമ്മൂട്ടി ഹൃദയപൂർവ്വം ആശംസിച്ചു. ചടങ്ങിൽ മലയാള സിനിമയിലെ മറ്റൊരു പ്രിയ താരം കുഞ്ചാക്കോ ബോബനും പങ്കെടുക്കാൻ എത്തിയിരുന്നു. പുതിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കും യുവതലമുറയുടെ എല്ലാവിധ പിന്തുണയും താരം വേദിയിൽ വാഗ്ദാനം ചെയ്തു. കൊച്ചിയിൽ തുടക്കം കുറിക്കുന്ന പുതിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ ഒരു വൻ നിരയാണ് പൗരസ്വീകരണ സമ്മേളനത്തിൽ അണിനിരന്നത്. എറണാകുളം ജില്ലയിൽ നിന്നും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്ന പ്രമുഖ മന്ത്രിമാരായ റോജി എം ജോൺ, വി.ഇ. അബ്ദുൽ ഗഫൂർ, അനൂപ് ജേക്കബ് എന്നിവർക്ക് ചടങ്ങിൽ കൊച്ചി പൗരാവലി വൻ സ്വീകരണമാണ് നൽകിയത്. ഒപ്പം തന്നെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം നൽകുന്ന പ്രമുഖ എം.എൽ.എമാരായ ടി.ജെ. വിനോദ്, അൻവർ സാദത്ത്, വി.പി. സജീന്ദ്രൻ, ഉമ തോമസ്, മാത്യു കുഴൽനാടൻ എന്നിവരും വേദിയിൽ പ്രത്യേകം ആദരിക്കപ്പെടുകയുണ്ടായി. ഇവർക്ക് പുറമെ രാഷ്ട്രീയ സംഘടനാ രംഗത്തെ പ്രമുഖരായ മുഹമ്മദ് ഷിയാസ്, ഷിബു തെക്കുംപുറം, ടോണി ചമ്മണി, ദീപക് ജോയ്, മനോജ് മൂത്തേടൻ തുടങ്ങിയ നേതാക്കളും എറണാകുളത്തിന് പുറത്തു നിന്നുള്ള യുവജനപ്രതിനിധികളായ ആറന്മുള എം.എൽ.എ. അബിൻ വർക്കിയും പാലക്കാട് എം.എൽ.എ. രമേശ് പിഷാരടിയും കൊച്ചിയിലെ ഈ സ്വീകരണ വേദിയിൽ പങ്കാളികളായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ പുരോഗതിക്കായി കൈകോർക്കുന്ന ഈ ജനപ്രതിനിധികളുടെ വൻ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഈ സമ്മേളനം വരും വർഷങ്ങളിൽ കൊച്ചിയുടെയും ഒപ്പം കേരളത്തിന്റെയും ഒക്കെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹ്യ ക്ഷേമത്തിലും പുതിയ സർക്കാർ കൈവരിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങളുടെയും വികസന കുതിപ്പിന്റെയും ശക്തമായ ഒരു വിളംബരമായി മാറി. കൊച്ചിയിലെ വിപുലമായ സ്വീകരണ പരിപാടികൾക്ക് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന് ജന്മനാടായ പറവൂരിൽ വൈകിട്ട് കൃത്യം 5 മണിക്ക് സമൂഹം ഹൈസ്കൂൾ അംഗനവാടിയിൽ വെച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കിയിരുന്നു. മലയാളത്തിന്റെ വിശ്വനടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പൗരാവലിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഉപഹാരം സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രധാന ആകർഷണം. പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ ജനപ്രിയ താരം സലീം കുമാറും ജില്ലയിലെ മറ്റ് പ്രമുഖ മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും വേദിയിൽ അണിനിരക്കും. ഈ വിപുലമായ പരിപാടിക്കായി 60 അടി നീളവും 40 അടി വീതിയുമുള്ള കൂറ്റൻ സ്റ്റേജും ഒരേ സമയം 2000 പേർക്ക് ഇരിക്കാവുന്ന അത്യാധുനിക പന്തലുമാണ് സ്കൂൾ അങ്കണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 300ഓളം സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വേദിയിലെത്തി ആദരിക്കാനുള്ള സുവർണാവസരവും സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൗരസ്വീകരണം കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി പ്രകടനമായിരുന്നില്ല, മറിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ വികസനത്തിന് ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയായി മാറി. സിനിമ, സാംസ്കാരികം, വ്യവസായം, സാമൂഹികം എന്നീ മേഖലകളിലെ പ്രമുഖർ വേദിയിലും സദസ്സിലുമായി സന്നിധരായിരുന്നു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക, യുവതലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തീരദേശ മലയോര മേഖലകളുടെ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ വികസന അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന പുതിയ സതീശൻ സർക്കാരിന് ലഭിച്ച ഈ പൗരസ്വീകരണങ്ങൾ വരും ദിവസങ്ങളിൽ ഭരണ നിർവഹണത്തിന് വലിയ ഊർജം പകരുമെന്ന് ഉറപ്പാണ്.